മുത്തങ്ങ സമരത്തിനിടയിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ 23 മുതൽ 57 വരെ പ്രതികളെ വെറുതെ വിട്ടു. സംശയാതീതമായി കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ് വയനാട്ടിൽ നിന്നും. ശിവദാസ്, 23 വർഷത്തെ വിചാരണ, ഒടുവിൽ വിധി വന്നിരിക്കുന്നു. പ്രതികളെല്ലാം കുറ്റവിമുക്തരാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി വിധിയുടെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കെ.പി. വളരെ പ്രധാനപ്പെട്ട ഒരു വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം നീണ്ട 23 വർഷങ്ങൾക്ക് ശേഷമാണ് മുത്തങ്ങ കേസിൽ വിനോദ് എന്ന പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ട ആ കേസിൽ ഇന്ന് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാവരും കുറ്റക്കാരല്ല, അവരെല്ലാം കുറ്റവിമുക്തരാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല, അതോടൊപ്പം തന്നെ കൊലപാതക കുറ്റം ഒന്നും തന്നെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളോടൊപ്പം ആ സമയത്ത് മുത്തങ്ങ സമരം നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ രാംദാസ് ഇപ്പോൾ ഉണ്ട്. അദ്ദേഹം കൃത്യമായി അതിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കും. നിലവിൽ ഈ ഒരു കേസിലെ വിധിയെ എങ്ങനെ കാണുന്നു, അതോടൊപ്പം അക്കാലത്തുണ്ടായിരുന്ന ഒരു അനുഭവം എങ്ങനെ? ഏതാണ്ട് 57 പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് പോലീസുകാരനായിട്ടുള്ള വിനോദ് കൊല്ലപ്പെട്ടതായിരുന്നു. പക്ഷേ ആ ഒരു കേസിൽ പ്രത്യേകിച്ച് പോലീസ് ഉന്നയിച്ച കാര്യങ്ങളൊന്നും തന്നെ തെളിയിക്കാനുള്ള ഒരു കാര്യവും കണ്ടെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 57 പ്രതികളിൽ 15 പേര് ഇതിനകം മരിച്ചു കഴിഞ്ഞു. ബാക്കി ഇതിൽ രണ്ടാം പ്രതിയായിട്ടുള്ള അശോകൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് മരിച്ചത്. ബാക്കി 4 പേരെയാണ് അതായത് അത് വിനോദിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കേസിലല്ല, ആ സംഭവത്തിന് അനുബന്ധമായ ഒരു സംഭവമായിരുന്നു. അബ്ദുസലാം എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ ബന്ദിയാക്കിയതും അദ്ദേഹത്തിന് പരിക്കേറ്റതുമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഗൂഢാലോചന നടത്തി എന്നുള്ള നിലയിലുള്ള ആ ഒരു കേസിലാണ് ഇപ്പോൾ 4 പേരെ ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള 4 പേരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെ നമുക്ക് അങ്ങനെ സാധാരണ ഒരു കേസ് എന്നുള്ള നിലയിൽ വിലയിരുത്താൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് വേണം പറയാൻ. കാരണം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, അതായത് എന്താണ് കേസെന്ന് ഈ 23 വർഷത്തിന് ശേഷവും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള ആളുകളായിരുന്നു കേസ്. തദ്ദേശീയരായിട്ടുള്ള മനുഷ്യരായിരുന്നു ഈ കേസിലെ പ്രതികൾ. അവരുടെ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു സമരത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ വന്നത്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പോലീസുകാരൻ്റെ കൊലയും ഈ പറയുന്ന ജോഗി എന്ന് പറയുന്ന ആ സംഭവത്തിൽ അന്ന് കൊല്ലപ്പെട്ട ഒരാളും അതിനുശേഷം വിവിധ കാലയളവിൽ പ്രതികളാക്കപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഇരകളാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യർ മുഴുവനും. അതായത് ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ സമരം ചെയ്യേണ്ടി വരുന്ന മനുഷ്യർ, അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടി വരുന്ന ആളുകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ദുരന്തമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതിനൊക്കെ ഒരു ക്രമീകരണമോ അല്ലെങ്കിൽ ഇതിനൊരു മാറ്റവും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം. സത്യത്തിൽ വലിയ ഒരു വേട്ടയായിരുന്നു അന്ന് ഈ വയനാട്ടിൽ ആകെ നടന്നിരുന്നുണ്ട്. ഈ നാട്ടിലുള്ള ഇവിടെ ജീവിച്ച എത്രയോ തലമുറകളായിട്ട് ഇവിടെ ജീവിച്ചിട്ടുള്ള മനുഷ്യരാണ് കേവലം അവരുടെ അതായത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള, കൃഷി ചെയ്യാനുള്ള ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിനൊടുവിലാണ് ഇങ്ങനെ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. അന്ന് യഥാർത്ഥത്തിൽ ഇത് നമ്മളെ സമൂഹം തന്നെയാണ് ഇത്തരം ഒരു കേസിനെ കുറിച്ചൊരു വീണ്ടും വിചാരം നടത്തേണ്ടത് അല്ലെങ്കിൽ ആലോചിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ലല്ലോ. കാരണം 23 വർഷം മുൻപായിരുന്നു ആ സമരം നടന്നത്. പക്ഷേ ഇപ്പോഴും ആദിവാസികൾക്കിടയിൽ ഇപ്പോഴും അതേ ഒരു അവസ്ഥ തന്നെ. കൃത്യമായി ഭൂമിയില്ലാത്ത നിരവധി ആളുകൾ, പട്ടയം ലഭിക്കാത്ത കുറേ ആളുകൾ, ആദിവാസി ഉള്ള ആ ഇടങ്ങളിലൊക്കെ, വയനാട്ടിലാണെങ്കിലും പാലക്കാട് അട്ടപ്പാടിയിലാണെങ്കിലും ഇങ്ങനെ പല സ്ഥലങ്ങളിലും ആദിവാസികളുടെ അവസ്ഥയിൽ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. തീർച്ചയായും ഒരിക്കലും ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആളുകൾ ഇപ്പോഴും പട്ടിണി കിടന്ന ആളുകൾ മരിക്കുന്നുണ്ട്. ഇപ്പോഴും ഗർഭസ്ഥ ശിശുക്കളായിട്ടുള്ള ആളുകൾ മരിക്കുന്നുണ്ട്. ഭൂമിയില്ലാത്ത, വീടില്ലാത്ത മനുഷ്യർ ഇഷ്ടം പോലെയുണ്ട്. ഏതാണ്ട് 10,000-ഓളം ആദിവാസി ആളുകൾക്ക് ഭവനരഹിതരായിട്ടുള്ള ആളുകൾ വയനാട്ടിൽ മാത്രം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല. അതൊക്കെ കാണിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ള ഈ പറയുന്ന നമ്മളുടെ ഒരു സാമൂഹ്യമായ ഈ ഒരു ഇതിലുണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള ആലോചനകൾ നടത്താനെങ്കിലും ഈ വിധി പര്യാപ്തമാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ആ 2 മരണങ്ങൾ ദുരൂഹമായി തന്നെ തുടരുകയല്ല. പോലീസുകാരൻ്റെയും ജോഗി എന്ന വനവാസിയുടെയും മരണം ഇപ്പോഴും ഒരു ദുരൂഹമായി തന്നെ തുടരുകയല്ലേ? എങ്ങനെ മരിച്ചു, കൊല്ലപ്പെട്ടതാണോ? അങ്ങനെ നമ്മളതിനെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇത്തരം സംഭവങ്ങൾ ഇത് ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന പോലീസ് സേന, അതുപോലെ തന്നെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭരണകൂടത്തോട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന മനുഷ്യർ, ഇത് രണ്ടും ഒരേ തരത്തിലാണ് നമ്മൾ കാണേണ്ടി വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് പലപ്പോഴും ഭരണകൂടങ്ങളുടെ ഇരകളായി മാറുകയാണ് ഇത്തരത്തിൽ സമരം ചെയ്ത ആളുകളൊക്കെ തന്നെ. കാരണം ഇനി ഈ ഒരു വിധി എന്ന് പറയുന്നത് വരും കാലത്തിനുള്ള കൃത്യമായൊരു നീതിപീഠത്തിൻ്റെ കൃത്യമായൊരു വിധി തന്നെയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. 2022 അവസാനത്തിലായിരുന്നു ഈ മുത്തങ്ങ സമരം ആരംഭിച്ചത്. അതിനുശേഷം 2023 ഫെബ്രുവരിയിലാണ് ഇത്തരത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. കൊലപാതകം അടക്കമുള്ള അല്ലെങ്കിൽ ഈ പോലീസുകാരനും വനവാസിയും അടക്കം മരിച്ച ഒരു സംഭവമൊക്കെ ഉണ്ടായത് ഈ 2023 ശിവദാസ്, നമുക്കറിയാം ഒരു പ്രഭാതമായ കേസാണ്. കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്കടക്കം കാരണമായ ഒരു കേസാണ്. ഇപ്പോൾ ഈ വിധി വന്ന ശേഷം വിനോദിന്റെ ബന്ധുക്കൾ പറഞ്ഞത് ഈ പ്രതികളെ വെറുതെ വിട്ടത് ഞെട്ടിച്ചു എന്ന് തന്നെയാണ്. ഒപ്പം ഈ വനവാസി സംഘടനകളുടെ പ്രതികരണങ്ങളും ഈ തരത്തിലാണ്. ഈ വിധിയെ എങ്ങനെയാണ് അവർ സ്വാഗതം ചെയ്യുന്നത്? വിധിയെ സ്വാഗതം ചെയ്യുക തന്നെയാണ് വനവാസി സംഘടനകൾ ചെയ്യുന്നത്. കാരണം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ആയതുകൊണ്ട് തന്നെ. കാരണം നിലവിൽ ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഈ വനവാസികളെല്ലാം തന്നെ കേസിൽ ഉൾപ്പെട്ട വനവാസികൾ എല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. അതായത് നിലവിൽ 57 പേരാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ 15 പേർ മരണമടഞ്ഞിട്ടുണ്ട് ഈ ഇത്രയും വർഷത്തിനിടയിൽ. അതോടൊപ്പം തന്നെ ഒരാൾ കിടപ്പ് രോഗിയാണ്. ബാക്കി 3 പേർ ഇതിൽ ഇന്ന് വന്നിട്ടില്ല. ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ ഇവിടെ ഹാജരായിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ നിരവധി ആളുകളാണ് അന്ന് ഈ സമരമുഖത്ത് ഉണ്ടായിരുന്നത്. വനവാസികളായ 4200ഓളം ആളുകൾ ഈ സമരമുഖത്ത് ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ പോലീസുകാരനെ അത്തരത്തിൽ കൃത്യമായി ഒരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല അവർ ബന്ദിയാക്കി കൊണ്ടുപോയത് എന്നുള്ളതാണ് വനവാസികൾ പറയുന്നത്. കോടതിയും ആ നിരീക്ഷണത്തിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വനവാസികൾ ഈ സമരം നടത്തിയിരുന്നത്. അതായത് ഈ മുത്തങ്ങ സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ സെക്രട്ടേറിയറ്റിൽ അടക്കം അതിൻ്റെ പ്രാഥമിക സമരങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷം ശക്തമായ സമരം എന്ന നിലയ്ക്കാണ് വനത്തിനുള്ളിൽ കുടിൽ കെട്ടിക്കൊണ്ട് മുത്തങ്ങയിൽ ഈ വനവാസികൾ സമരം ആരംഭിച്ചത്. ഈ സമരത്തിൽ ഈ മുത്തങ്ങ ഈ വയനാട് ജില്ലയിലുള്ള ആദിവാസികളെല്ലാം തന്നെ ഈ ഒരു സമരത്തിൽ പങ്കാളികളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അത് നേടിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇത്തരത്തിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടതോ അല്ലെങ്കിൽ അങ്ങനെ കൊല്ലപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശവും അവർക്ക് ഇല്ല എന്ന് തന്നെയാണ് വനവാസികൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഉള്ള ഒരു അജ്ഞതയും അവർക്കുണ്ട്. ഇപ്പോൾ ഈ കേസുമായുള്ള അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിൽ ഉള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു വ്യക്തതയോ അല്ലെങ്കിൽ അവ്യക്തത ഒക്കെ അവർക്കുണ്ട്. കാരണം അതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊന്നും തന്നെ പഠിക്കാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി എന്ന് പറയുന്നത് സ്വാഭാവികമായും അവർക്ക് അനുകൂലമായ ഈ വിധി അവർ സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും കോടതി നടപടികൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ള പ്രതികളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. കോടതി നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു. ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ കൊലപാതകം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരാൾ മാത്രമാണ് കുറ്റക്കാരൻ എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആ കുറ്റക്കാരനായ വ്യക്തി ഇന്ന് ജീവിച്ചിരിക്കുമെന്നൊന്നുമില്ല. എന്തായാലും വനവാസികളെ സംബന്ധിച്ച് ഈ വിധിയെ അവർ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുത്തങ്ങ സമരത്തിനിടയിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ 23 മുതൽ 57 വരെ പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. സംശയാതീതമായി കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളെ കോടതി വെറുതെ വിട്ടത്. ശിവദാസ് കന്മനമാണ് വിശദാംശങ്ങൾ നൽകിയത്.